കുട്ടിമണിയെ മനസ്സുജനിൽ നിന്നും അകറ്റാൻ പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മതികലയുടെ മതിമറന്ന മനസ്സിൽ നിന്നും പിറവിയെടുത്തു. അങ്ങനെ കുട്ടിമണിയെ മാണിക്യമംഗലത്തേക്ക് കൊണ്ടുപോകാൻ മതികല തീരുമാനിക്കുന്നു. കുട്ടിമണിയോ? കുട്ടിമണി എന്തിനാ? കുട്ടിമണി എന്റെ കൂടെ വരുന്നത് കേട്ടപ്പോ സീതേച്ചി എന്തിനാ ഞെട്ടുന്നേ? പക്ഷേ സീത അതിനെ എതിർക്കുന്നെങ്കിലും വയലോരം വീട്ടിൽ സത്യം തുറന്നു പറയാൻ സീതയ്ക്ക് കഴിയുന്നില്ല. ഒരു കാര്യമില്ല. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് എന്റെ നെഞ്ചുരുകുന്നത്. ഈ വീട്ടില് നിന്നെ അറിയാവുന്ന ഒരാൾ ഞാനാണല്ലോ. സീതയിടത്തേക്ക് എന്നെ ശരിക്കും അറിയില്ല. അതാ സീതയിടത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്. പോത്തിനെ ചാരി എരുമയെ വെട്ടുന്ന വഴി എനിക്കറിയാം. ഞാനങ്ങ് വന്നോളാം. എത്രയും പെട്ടെന്ന് വരണം. ഒന്ന് ഭയപ്പെടുത്തി നിർത്തേണ്ടത് അത്യാവശ്യ. മതികലയുടെ സഹായത്തിനായി ജലജ വയലോരം വീട്ടിലെത്തി. നിന്റെ പൊട്ടത്തരും പമ്മത്തരും അതിസാമർഥ്യമൊന്നും എന്റെ കൊച്ചിനോട് വേണ്ട കേട്ടോ. മിണ്ടരുത് നീ. തുടർന്ന് കാണുക. എന്റെ കൊച്ചിന് വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി നീ ചെയ്താ വെച്ചേക്കില്ല ഞാൻ. പറഞ്ഞത് കേട്ടല്ലോ. പെണ്ണിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഇവളെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷെ ഒന്നുണ്ട്, എന്റെ കൊച്ചിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അമ്മ എന്തൊക്കെയായി പറയുന്നേ? എനിക്കിവിടെ ബുദ്ധിമുട്ടുണ്ടെന്ന് ആരമ്മയോട് പറഞ്ഞേ? ആരും പറയണ്ടല്ലോ. കാര്യങ്ങളൊക്കെ ഊഹിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അമ്മ ഇങ്ങ് വന്നേ, ഇനിയൊന്നും പറയണ്ട. പോരെ മോളെ? ധാരാളം. ആ, ഞാൻ ഇറങ്ങാ മോളെ. അയ്യോ, പോവാണോ? കലമോളുടെ ധൈര്യമായിട്ട് പോയിക്കോ. ആ പെണ്ണിനെ കൊണ്ട് കലമോക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പോട്ടെ മോളെ. അയ്യോ, എന്റെ കണ്ണ് പോയേ. നിനക്ക് വെച്ചിട്ടുണ്ടടി. അമ്മ എന്ത് പറ്റിയമ്മേ? എന്റെ കൊച്ചാണ്. എന്റെ കണ്ണ് വേദനിച്ചിട്ട് വയ്യ. അമ്മ, നമുക്ക് ആശുപത്രി പോവാമേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വാ അമ്മേ, നമുക്ക് ആശുപത്രി പോവാം. ഞാൻ പൊയ്ക്കോളാം. അസത്തിനോട് പറഞ്ഞേക്ക് ഞാൻ തിരിച്ചു വരുമെന്ന്. എന്തായാലും സംഗതി കൊള്ളാം. നിങ്ങൾ എന്തായിരുന്നു പല്ല് കാണിക്കുന്നേ? എന്റെ ജലജെ, ഇതാണ് പണ്ടുള്ളവർ പറയുന്നത്, ഒരുപാട് ജ്ഞാനമുള്ള ഗൗളി കഥകിനടിയിലിരുന്ന് ചാവുമെന്ന്. ബുദ്ധിയില്ലാത്ത കൊച്ചിനെ ഭരിക്കാൻ ആനയെ ഒമ്പാരിയായി പോയേക്കുന്നു. എന്നിട്ട് കണ്ണടിച്ചു പോയി വന്നേക്കുന്നു. എനിക്കറിയാം ഇതിനെങ്ങനെ തിരിച്ചു കൊടുക്കണമെന്ന്. വഞ്ചി പിന്നെ തിരുനക്കര തന്നെ. എന്റെ പൊന്നു ജലജെ, ബുദ്ധിയില്ലാഞ്ഞിട്ടും ആ കൊച്ചു പലതവണ ഒഴിഞ്ഞു മാറാനുള്ള വകതിരിവ് കാണിച്ചു. പക്ഷെ നീയോ? അവളുടെ കണ്ണ് ഞാൻ പൊട്ടിക്കും, അത്ര തന്നെ. ആദ്യം നീ നിന്റെ അഹങ്കാരം ഒന്ന് നിർത്ത്. നിനക്കിപ്പോ കിട്ടിയതേ ദൈവശിക്ഷയാണ്. കുറച്ച് പണമുണ്ടെന്ന് കരുതി അഹങ്കരിക്കുന്നതിനും ഒരു പരിധിയൊക്കെ വേണം. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അയ്യോ, പൊട്ടിക്ക് വക്കാലത്ത് കൊണ്ട് വന്നിരിക്കുന്നു. ചത്ത് കിടന്നാലും നിന്റെ നാവ് പിന്നെയും ചെലച്ചുകൊണ്ടിരിക്കും. ഇനി എന്റെ നാവ് തളർന്നു പോകാൻ പ്രാർത്ഥിക്കേ. ഞാനൊന്നും പറയുന്നില്ല, നീ എന്താന്ന് വെച്ചാ ചെയ്. അയ്യോ, അയ്യോ, വിടത്തില്ല ഞാൻ അവന്റെ പൊട്ടിയെ. അയ്യോ, അയ്യോ. അത് പിന്നെ പറയണോ? ഞാൻ നാളെ പോവാനേ, കൊച്ചിന്റെ വീട്ടിൽ പോവാനേ. പെണ്ണിന്റെ ഒരു നെകളിപ്പ് കണ്ടില്ലോ. എവളാ വീട് പൊളിക്കാതിരുന്നാ മതിയായിരുന്നു. അവള് കുഴപ്പമൊന്നും ഉണ്ടാക്കത്തില്ല അപ്പച്ചേമ്മേ.
കുട്ടിമണി ഇപ്പൊ മിടുക്കിയായില്ലേ? ഓ മിടുക്കി. കലമോളുടെ അമ്മയുടെ മറ്റേ കണ്ണും കൂടി ഇവൾ അടിച്ചു കളയാതിരുന്നാ മതിയായിരുന്നു. അതെന്നെ ചുമ്മാ എന്റെ അടുത്ത് വഴക്കിടാൻ വന്നിട്ടല്ലേ? എന്നോട് വഴക്കിട്ടാ നീ ഇനി അടിക്കും. അയ്യോ എന്റെ ഈശ്വര, ഇവൾ അവിടെയും പോയി വഴക്കുണ്ടാക്കും. ദേ കുട്ടിമണി, വലിയ ഒരു കാര്യം പറയാം. പറ. വാ. ആ വീടേ നമ്മുടെ സ്വന്തം വീടല്ല, അന്യ വീടാ. അയ്യോ അനിയൻ വീടോ? അനിയൻ വീടല്ല, അന്യ വീട്. അവിടെ ചെന്നിട്ടേ ആവശ്യമില്ലാത്ത വഴക്കും വക്കാണോ ഒന്നും ഉണ്ടാക്കല്ലേ. അപ്പൊ എന്നെ ആരെങ്കിലും വഴക്ക് കിട്ടിയാലോ? മോളെ ആരെങ്കിലും വഴക്ക് കിട്ടിയാലും മോളങ്ങ് മിണ്ടാതിരിക്കണം. എന്നിട്ട് ഇവിടെ വരുമ്പോ സീതേച്ചിയോട് പറഞ്ഞാ മതി. സീതേച്ചി നല്ല തല്ല് കൊടുക്കാം. അപ്പൊ കൊച്ചേച്ചിയുടെ അമ്മ എന്തല്ലോ? അയ്യോ, പ്രായം കൂടിയവരെ തല്ലൂന്നൊന്നും പറയല്ലേ, ദോഷം കിട്ടും. മോൾ ആദ്യമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഒരിടത്തേക്ക് പോവാ. നല്ല മിടുക്കിയായിട്ട് പോയിട്ട് വരണം. അങ്ങനെ വന്നാൽ വരുമ്പം വലിയേട്ടനൊരു സമ്മാനം തരും. ഞാനേ ഞാൻ മിടുക്കി കൂടിയായിട്ട് വരും. സമ്മാനം തരോ? സമ്മാനം തരും. സമ്മാനം തരും. വല്ലേട്ട സമ്മാനം തരല്ലോ. സമ്മാനം സമ്മാനം. ആഹാ, സീതയെടുത്തിയോ? എന്താ ഏട്ടത്തി? ഏട്ടത്തിയുടെ മുഖം കണ്ടിട്ട് ഏട്ടത്തിക്ക് ഈ കുഞ്ഞനിയനോട് എന്തോ പറയാനുള്ളത് പോലെ. നീ എന്നെ ഒരുപാടങ്ങ് ഏട്ടത്തിന്ന് വിളിക്കല്ലേ സിജ. ഏട്ടത്തി വഴക്കിന് വന്നതാണോ? എന്റെ ഏട്ടത്തി, ഏട്ടത്തിയോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ ചെയ്യുന്നതെല്ലാം പിന്നെ ശരിയാണല്ലോ. ആ, മനസ്സിലുള്ളത് മനസ്സിലുള്ളതുപോലെ പറയും, ചെയ്യും. അതാ മനസ്സിച്ചൻ. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാ. ഒന്നോർത്തോ, നീ മുകളിലൊരാളുണ്ട്, ദൈവം. പിന്നെ ദൈവം സദാചാര പോലീസിന്റെ യൂണിഫോം ഇട്ട് അവിശുദ്ധ ബന്ധം കണ്ടുപിടിക്കാൻ ടോർച്ചും കൊണ്ട് നടക്കുമല്ലേ? ഒന്ന് പോ സീതേച്ചി. ദേ, ഞാനിപ്പോ നിന്റെ തൊടിഞ്ഞായം കേൾക്കാനൊന്നും വന്നതല്ല. കാര്യം സീതയെടുത്തി പറഞ്ഞില്ലല്ലോ. കുട്ടിമണിയെ കൊണ്ടുപോകുന്നൊക്കെ കൊള്ളാം, പക്ഷേ മാണിക്യമംഗലത്ത് വെച്ച് അവക്ക് എന്തെങ്കിലും സംഭവിച്ച സീതയുടെ ക്ഷമിക്കുന്ന ഒരൊറ്റ മുഖമേ നീ കണ്ടിട്ടുള്ളൂ മനസ്സിജ. ഇതിനപ്പുറം ഒരു സീതയുണ്ട്, അത് കാണും നീയും മതികലയും. ഓർത്തോ. ബാലേട്ടാ, കുട്ടിമണി എവിടുന്ന് എങ്ങോട്ടും വിടണ്ടെന്നാ എന്റെ അഭിപ്രായം. അതെന്താ താൻ അങ്ങനെ പറയുന്നത്? അവള് പോകുന്നത് കലയുടെ വീട്ടിലേക്കല്ലേ? എന്നാലും ഇവിടെ നോക്കുന്ന പോലൊക്കെ ഒക്കുവോ ബാലേട്ടാ അവിടെ? മനസ്സിനില്ലേ കൂടെ? പിന്നെ കലമോളില്ലേ, രവിയില്ലേ? കുട്ടിമണി ഒരു കുഴപ്പം കാണിക്കാൻ നോക്കാൻ അവര് 3 പേര് മതി. എന്നാലും എനിക്കെന്തോ. തനിക്ക് കുന്തം. തന്റെ സൂക്കേട് എന്താണെന്ന് ഞാൻ പറയട്ടെ. തനിക്കേ അസൂയ, ഒരുപാടൊന്നുമില്ല, ഒരിത്തിരി കലമോളോട്. അതാ താൻ ഇങ്ങനെ കുറുമ്പ് കുത്തുന്നത്. എനിക്ക് അസൂയൊന്നും ഇല്ല ബാലേട്ടാ. ഇല്ലെങ്കിൽ ഇല്ല. ഇനി വേണമെങ്കിൽ തന്റെ വീട്ടിൽ കൊണ്ട് നിർത്താൻ കുട്ടിമണിയെ ഒരാഴ്ചത്തേക്ക്. എന്താ പോരെ? കിടക്കാൻ നോക്ക്. രവിയേട്ടാ, ഈ യാത്രയ്ക്ക് പിന്നില് എനിക്ക് വേറൊരു ലക്ഷ്യം കൂടി ഉണ്ട് കേട്ടോ. നിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് പിന്നില് നിനക്ക് വേറെ ലക്ഷ്യങ്ങളോ? എന്താ അത്? എന്റെ രവിയേട്ടൻ മിടുക്കനാണെന്ന് എന്റെ അച്ഛൻ പറയണം. അയ്യോ, അതെങ്ങനെയാ? അതൊക്കെ ഉണ്ട്. വിരുന്നെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നാലും രവിയേട്ടൻ ചുമ്മാ വീട്ടിൽ ചടഞ്ഞിരിക്കരുത്. പിന്നെ രവിയേട്ടൻ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കാനങ്ങ് പോണം. ഞാൻ പറഞ്ഞിട്ടില്ലേ രവിയേട്ട അച്ഛന്റെ കാര്യം? അച്ഛൻ കാണാതെ കാണുന്ന ഒരാളാ. എന്നുവെച്ചാ വളരെ ക്ലീനാ ഒബ്സർവേഷൻ. രവിയേട്ടൻ വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴും നമ്മുടെ കമ്പനി കാര്യങ്ങളിലെ ശ്രദ്ധയെന്ന് അച്ഛന് തോന്നണം.
അത് എനിക്ക് തന്നെ എന്തൊരു ക്രെഡിറ്റ് ആണെന്നോ. എന്റെ പൊന്നു പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഞാൻ ഇതൊക്കെ പറയുന്നത് ആർക്ക് വേണ്ടിയാ രവിയേട്ടാ? എന്റെ ഭർത്താവ് മറ്റുള്ളവരുടെ മുമ്പിൽ മിടുക്കനായി നിൽക്കാൻ വേണ്ടിയല്ലേ? എനിക്കറിയാൻ പൊന്നെ നിനക്ക് എന്നോടുള്ള കരുതലൊക്കെ. അപ്പൊ മറക്കണ്ട, നാളെ വീട്ടിൽ ചെന്നാലും രവിയേട്ടൻ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞു നിൽക്കണം. ഓക്കെ മോള്. എന്താ സീതടത്തി, എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. പറയാനുണ്ട്. പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ കേൾക്കാൻ റെഡിയാ. കുട്ടിമണി ഒരു പാവ. അതിന് പാവത്തെ ഞാൻ പള്ളി കൊടുത്ത് ചേർക്കണോ? നീ പരിഹസിക്കാനോ ചിരിക്കാനോ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഓക്കെ, ഞാൻ വളരെ സീരിയസ് ആയി. ഇനി സീതടത്തി പറ. നീ കുട്ടിമണിയെ ദ്രോഹിക്കരുത്, ഒപ്പം കൊണ്ടുപോയി ഉപദ്രവിക്കുകയും ചെയ്യരുത്. ഈ ലോകത്തിന്റെ കള്ളത്തരങ്ങളൊന്നും ആ പാവത്തിന് അറിയില്ല. അവളുടെ കണ്ണുനീര് വീണ നിന്നെ നിപ്പി നീ ദഹിച്ചു പോകും. സീതടത്തി ഭയപ്പെടുത്തുകയാണോ? നിങ്ങളോട് ഞാൻ ഇത്രയും നാൾ മര്യാദയ്ക്ക് സംസാരിച്ചു. ഈ വിഷയത്തിൽ ഇനി ഇങ്ങനൊരു സംസാരം നമുക്കിടയിൽ ഉണ്ടാവില്ല. കുട്ടിമണിയെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങൾക്ക് രക്ഷിക്കാമെങ്കിൽ രക്ഷിക്കും. ഈ വാർഡിന്റെ പുരോഗതിയായിട്ടാണ് കുട്ടിമണിക്കുള്ള മാറ്റങ്ങൾ ഞാൻ കാണുന്നത്. ഇന്നുവരെ കുട്ടിമണി നമുക്ക് മുന്നിൽ എല്ലാവരെയും കടിക്കുന്ന ഒരു ജീവിയായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു നാട്ടിലേക്ക് ആ കുഞ്ഞ് അതിഥിയായി പോവുകയാണ്. ആ കുരുന്നിനെ മെമ്പറെ പ്രസംഗിക്കാൻ തുടങ്ങിയതാണോ? താൻ എന്തോ ഈ പറയുന്നേ? ഇവിടെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മളും ആശംസിച്ചു വിടണ്ടേ? രണ്ടെണ്ണം കുറെ കാലം കൊണ്ട് പുറകെ ഇങ്ങനെ വാരി തൂങ്ങി നടക്കുക. നീ പിന്നെ എന്റെ മുടി വെട്ടാൻ വന്നാണോ? എന്റെ പൊന്നു കുഞ്ഞെ, അന്ന് ഞാൻ കത്രിക താഴെ വെച്ചതാ. ഇപ്പൊ പിന്നെ കത്തി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ വയലോരം വീട്ടിലെ ഇളയ മരുമകളായ മതികലയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോകുന്ന കുട്ടിമണിക്കും ഓക്സിജനും ഈ വാർഡിന്റെ വക ആശംസകൾ കേട്ടോ. മതി. ഒരു പ്രത്യേക കാര്യം, കുട്ടിമണി അവിടെ ആരെയും കടിക്കാതെ നോക്കിക്കോണം. ഒരേ മെമ്പർ എന്നുള്ള നിലയിൽ ഒരു ഇന്റർ പഞ്ചായത്ത് പ്രശ്നത്തിൽ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? വീട്ടിൽ നിന്ന് ഇപ്പോ 2 തവണ വിളിച്ചമ്മേ. പോയിട്ട് വാ മോളെ. ആദ്യമായിട്ട് ഇവളെ വേറൊരു വീട്ടിലേക്ക് വിടുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ഇറങ്ങാല്ലേ? പെണ്ണെ, അവിടെ ചെന്ന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി നിന്നോളണം. ചെല്ലും മോളെ. എന്റെ ഭഗവതി, ഒരു കുരുത്തക്കേടും കാണിക്കാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് തോന്നിക്കല്ലേ. ആരോട് ചോദിച്ചിട്ടാ? എന്ത് ധൈര്യത്തിലാ നീ അവനെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നേൽക്കാൻ തീരുമാനിച്ചത്? നിങ്ങൾ എന്തിനാ എന്നോട് ചാടിക്കടിക്കാൻ നിൽക്കുന്നേ? എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ അച്ഛനും മോളും മാത്രം അറിഞ്ഞാണല്ലോ. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവന്റെ മുഖമാണ്. അവൻ എന്റെ മുന്നിൽ വന്ന് വിരുന്നുകാരനായി ഞെളിഞ്ഞു നിൽക്കാന്ന് വെച്ചാൽ സഹിക്കുക, അല്ലാതിപ്പോ എന്നാ ചെയ്യാൻ പറ്റും? ഒന്നല്ലേ ഉള്ളൂന്ന് കരുതി ഒരുപാട് ഓമനിച്ചു. പണ്ടുള്ളവര് പറയും പോലെ ഒലക്കടിച്ചു വളർത്തണമായിരുന്നു. ഒലക്കടിക്കേണ്ടത് നിന്നെ. നീയും കൂടെ ചെറുതുള്ള കളിയാണോ ഇതെന്ന് എനിക്ക് സംശയമുണ്ട്. വെറുതെ എന്റെ വായിലിരിക്കുന്നൊന്നും കേക്കണ്ട, കേട്ടല്ലോ? പണ്ട് കാലം തൊട്ടേ ഒളിപ്പിക്കാനും മറയ്ക്കാനും ഒക്കെ ഉള്ളത് നിങ്ങൾക്കാ. ഞാൻ എന്തു മറച്ചെന്നാ നീ പറയുന്നേ? ചാക്കിൽ കെട്ടിയതും പുഴയിൽ പൊങ്ങിയതും ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നിങ്ങള്. ജലജേ, വെറുതെ ഒച്ച വെച്ച് കൂവണ്ട.
അടഞ്ഞിരിക്കുന്നതൊക്കെ അടഞ്ഞു തന്നെ ഇരുന്നോട്ടെ. വെറുതെ കുത്തി തുറന്ന് നാറാൻ നിൽക്കണ്ട. അല്ല, മനസ്സജിൻ ഇവിടെ വരുന്നതിന് നിങ്ങൾ ഇങ്ങനെ ഞെരുവിരി കൊള്ളേണ്ട കാര്യമില്ല. അവൻ ഇവിടെ വരുന്നത് നിങ്ങളുടെ മകളുടെ ഭർത്താവായിട്ടല്ല, ആ പൊട്ടിപ്പെണ്ണിന്റെ ഭർത്താവായിട്ടാ. അവൻ വന്ന് 1-2 ദിവസം താമസിച്ചിട്ട് പൊയ്ക്കോട്ടെ. എനിക്ക് അവന്റെ മുഖം കാണണ്ട. മുഖം കാണണ്ടെങ്കിൽ നിങ്ങൾ മുഖം മൂടിയിട്ട് നടക്ക്. അല്ല പിന്നെ നോക്കിക്കോ, അവന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. നിങ്ങൾക്കറിയാവല്ലോ മതിയെ, വെറുതെ അവളുടെ ക്ഷമ അളക്കാൻ നിൽക്കണ്ട. അതായിരിക്കും നല്ലത്. അവര് വന്നിട്ട് പോവട്ടെ. എന്റെ കണ്ണുകളെ ഞാൻ പൊട്ടിയെ ഞാൻ നോക്കിയിരിക്കുക, അത് വേറെ കാര്യം. നിങ്ങളൊന്ന് ശാന്തമായിട്ട് ചിന്തിച്ചു നോക്ക്. നിങ്ങളല്ലേ മതിയുടെ ജീവിതം ഇങ്ങനെ ആക്കിയത്. ഇനിയിപ്പോ അവള് തീരുമാനിക്കട്ടെ. അത് മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നിലൊരു വഴി. എന്തായാലും അവനിങ്ങ് വരട്ടെ. താനെന്തവിടെ മാറിയിരിക്കുന്നത്? തനിക്കെന്തൊരു വിഷമം പോലെ? കുട്ടിമണി പോയതിന്റെയാ? വിഷമമൊന്നുമില്ല ബാലേട്ടാ. അവൾ ഈ വീട്ടിലില്ലാത്തപ്പോ വയലോരം വീടിന്റെ ഒച്ച എനക്കോ ഒക്കെ കെട്ടുപോകത്തില്ലേ? ആഹാ, ഇത് കൊള്ളാലോ. അമ്മയ്ക്കില്ലാത്ത വിഷമമാണോ തനിക്ക്? അവളിപ്പോ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷമായിട്ട് കാറിലിരിക്കുകയായിരിക്കും. കാഴ്ചകൾ ഞാൻ കഴിഞ്ഞ ദിവസവും ശ്രദ്ധിച്ചു. കുട്ടിമണി മാണിക്യമംഗലത്തേക്ക് പോകുന്നത് തനിക്കെന്താ ഇഷ്ടമില്ലാത്ത പോലെ? എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമൊന്നുമില്ല ബാലേട്ടാ. അവൾ ഒന്നും അറിയാത്ത കുട്ടിയല്ലേ, അതുകൊണ്ടാവും. ഓർക്കുമ്പോ എനിക്കൊരാദി. അവൾക്കറിവില്ലെങ്കിൽ എന്താ? അറിവുള്ളവരല്ലേ ചുറ്റിലുള്ളത്. അതാ ആദിയുടെ വേറൊരു കാരണം. താനെന്താ അങ്ങനെ പറഞ്ഞത്? മുള്ളും മനം വെച്ച് സംസാരിക്കാതെ ഉള്ള കാര്യം അങ്ങ് തുറന്നു പറ. അല്ല, കലയുടെ അമ്മയുടെ സ്വഭാവം അറിയാലോ. കുട്ടിമണിയോട് അവർക്കുള്ള ഇഷ്ടക്കേടും അറിയാലോ. അവിടെ വെച്ച് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ നോവിച്ചാലോ? ഹേയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചാടിക്കടിച്ച് വർത്താനം പറയുന്നല്ലാതെ അവരത്ര കുഴപ്പക്കാരിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ കലയുടെ അച്ഛൻ നല്ലൊരു മനുഷ്യനല്ലേ? ബാലേട്ടന്റെ ഉള്ളിൽ നിറയെ നന്മയാ. അതുകൊണ്ട് ബാലേട്ടൻ എന്തിലും നന്മയെ കാണൂ. ഞാൻ ചോദിക്കുന്നതിനൊന്നുമല്ല താൻ ഉത്തരം പറയുന്നേ. ഒരു കാര്യം സത്യമാ, ഞാൻ അറിയാത്തതെന്തോ തന്റെ മനസ്സിലുണ്ട്. ഏയ്, ഒന്നുമില്ല ബാലേട്ട. ഉണ്ട്, അത് തന്റെ മനസ്സിൽ കൊണ്ടിട്ടുമുണ്ട്. അപ്പച്ചിയമ്മയൊക്കെ കലമോളെ പറ്റി പുകഴ്ത്തി സംസാരിക്കാറുണ്ട്. ഒരുപക്ഷെ അത് തനിക്ക് വിഷമമായിട്ടുണ്ടാകാം. താൻ അതൊന്നും കാര്യമാക്കണ്ട. ഏതു ബന്ധവും പണമുള്ളിടത്തേക്ക് ഒരു പണത്തൂക്കം കൂടിയിരിക്കും. അപ്പച്ചിയമ്മയുടെ നോട്ടത്തിൽ കലമോള് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരുപാട് വലുതാണ്. അതുകൊണ്ടാ എപ്പോഴും കലമോളെ പുകഴ്ത്തി സംസാരിക്കുന്നു. അല്ലാതെ അത് തന്നോടുള്ള ഇഷ്ടക്കുറവൊന്നും അല്ല. അപ്പച്ചിയമ്മയുടെയൊക്കെ ഇഷ്ടം എന്നും അതുപോലെ തന്നെ ഇരിക്കട്ടെ ബാലേട്ട. എനിക്ക് അതിലൊന്നും ഒരു വിഷമവും ഇല്ല. നമ്മുടെ വീട്ടിലെ അത്ര നല്ല ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ഒന്നും ഇല്ലാതാവരുതെന്ന പ്രാർത്ഥന എനിക്കുള്ളൂ. പിന്നെ കുട്ടിമണിയെ ഒരുപാട് നാൾ അവിടെ നിർത്താതിരിക്കുന്ന ബാലേട്ട നല്ലത്. ഇതെന്റെ സ്വാർത്ഥതയോ മതികലയോടുള്ള മത്സരമോ ഒന്നുമല്ല. എനിക്ക് കുട്ടിമണിയെ വലിയ ഇഷ്ടമാ. കണ്ണിന് ചെറിയൊരു പരിക്ക് പറ്റിയെന്ന് വെച്ച് നീ ഉറങ്ങുമ്പോ പോലും വെച്ച് നടക്കേണ്ട കാര്യമില്ല ജലജ. മനുഷ്യ ശരീരമല്ലേ, എന്തെങ്കിലും പറ്റിയ ചതഞ്ഞെന്നോ കറുത്തെന്നോ ചുവന്നൊന്നോ ഒക്കെ ഇരിക്കും. നിങ്ങൾ എന്നെ മനുഷ്യ ശരീരത്തിന്റെ മാഹാത്മ്യൊന്നും പഠിപ്പിക്കണ്ട കേട്ടോ. എന്റെ കണ്ണു കലക്കിയ പൊട്ടി ഇങ്ങോട്ട് വരട്ടെ. മുതലും പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്.
എന്റെ കണ്ണു കലക്കിയ പൊട്ടി ഇങ്ങോട്ട് വരട്ടെ. മുതലും പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ബുദ്ധിയില്ലാത്ത കൊച്ചിനോട് പകരം ചോദിക്കാനിരിക്കണോ? നാണമില്ല നിനക്ക്? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. വലിയ അലിവും കരുണയും കൊണ്ട് നടന്നിട്ട് ഇപ്പൊ പെട്ടിരിക്കുന്നതാരാ? നിങ്ങളല്ലേ? ശ്ശോ, ഇറങ്ങിന്ന് കലമോള് പറഞ്ഞിട്ട് എത്ര നേരായി, കാണുന്നില്ലല്ലോ. ഓ, നീ സ്വീകരിക്കാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയല്ലേ? ആനയെ കൂടെ ഏർപ്പാട് ചെയ്യാറില്ലേ? വേണമെങ്കിലേ ഞാൻ അതും ചെയ്യും. വരുന്നതേ എന്റെ മകളും മരുമകനുമാ. മരുമകളെന്ന് നീ ഉദ്ദേശിക്കുന്നത് ആരെയടി? വയലൊരു വീട്ടിലെ രവിയെ തന്നെയാണോ? അതോ ആ ഡ്രൈവർ തെണ്ടിയോ? എന്റെ മകള് ഭർത്താവായിട്ട് ആരെ കാണുന്നോ അവനാ എന്റെ മരുമകൻ. നിന്റെ കരനടിച്ച് പൊളിക്കാൻ വേണ്ടത്. നീ ഒരു പെറ്റ തള്ളയാണോ? മകളുടെ കള്ളത്തരത്തിനൊക്കെ കൂട്ടുനിന്നിട്ട് ഞാൻ എന്തുകൊണ്ട് കൂട്ടു നിൽക്കുന്നെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പ അതേപ്പറ്റി വലിയ സംസാരമൊന്നും വേണ്ട. ആഹാ, അമ്മേ. മോളെ, വരൂ രവി. അയ്യോ കൊച്ചിച്ചിരി എല്ലാ മുട്ടും വീടാ. ഓ, സുന്ദരം വീട്, കാലൊക്കെ വീട്. അതെ, ഇവിടെ പശു ഉണ്ടോ? പശു ഇല്ല, ആനയുണ്ട്. ആ, എനിക്കൊരു ആനവല അറിഞ്ഞേ, മോതിരം കിട്ടാനാ. ഓ, അമ്മോ. അച്ഛനെന്താ മനസ്സിനെ കുട്ടിമണിയെ വിളിക്കാഞ്ഞ്? അതിപ്പോ അങ്ങനെ പേരെടുത്ത് വിളിക്കേണ്ട കാര്യമുണ്ടോ മോളെ? അച്ഛനാ മനസ്സുജനും കുട്ടിമണിയും വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം. അമ്മയുടെ കണ്ണിനെങ്ങനെയുണ്ട്? അയ്യോ, ഇതെന്നാ പറ്റിയതാ? പൊട്ടിക്കണ്ണി പോലും ഉണ്ടല്ലോ. കുട്ടിമണി, കുട്ടിമണി ജനിച്ചപ്പോ അഷ്ടൈശ്വര്യങ്ങളുമുള്ള മഹാലക്ഷ്മി എന്നല്ലേ കണിയാൻ പറഞ്ഞത്? എനിക്കിപ്പോ തോന്നുക അത് നേരാണെന്ന്. ഇവിടെ നിന്ന് വെള്ളത്തുണി പതിപ്പിച്ചേ ആ മുടിഞ്ഞതിനെ വയലോരം വീട്ടിലേക്ക് എടുക്കൂ. പറയുന്നത് മാണിക്യമംഗലം ജലജയാ.